യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിൽ കടന്നു വരുവാനും ദൈവവചനം ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. അതിൽ തന്നെ നമ്മൾ ആത്മീകമായി വിവേചിച്ചുകൊണ്ട്, ആത്മാക്കളെ വിവേചിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവവചനം നമ്മോട് പറയുന്നു. നമ്മൾ ഓരോരുത്തരും വളരെ മെച്ചമായി ദൈവത്തിനായി പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലാണ്. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വരങ്ങളെ നൽകുന്നു. ആ വരങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വരമാണ് ആത്മീയമായി ആത്മാക്കളെ വിവേചിക്കുക എന്ന് പറയുന്നത്. ആത്മാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. രണ്ട് രീതിയിലുള്ള ആത്മാക്കളാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, രണ്ട് പിശാചിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിക്കുന്നവരായ ആളുകളെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവർ എന്ന് വിളിക്കുന്നത്. നമ്മൾ വാസ്തവമായിട്ടും കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളുകളിൽ നിന്നുമാണ്. എന്നാൽ പലപ്പോഴും പിശാച് എന്താണ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിൻ്റെ ആളുകളെ പോലെ തന്നെ, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ പോലെയുള്ള ആളുകളെ ഒരുക്കിയിട്ട് അവൻ അവൻ്റെതായിട്ടുള്ള ഉപദേശങ്ങളെ നമുക്ക് നൽകാൻ ശ്രമിക്കും. അത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട്, വളരെ കൃത്യതയോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ കാലത്ത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ കാലം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലൊക്കെ ദൈവദാസന്മാർ ഈ ഒരു വിഷയത്തെ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഏത് ആത്മാക്കളെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു. ഈ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് കാണാൻ സാധിക്കാത്തതായ കാര്യങ്ങളാണ് എന്നുള്ളത്. അല്ല, നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ആത്മാവ് ആളുമാറി, അതായത് ഒരു ദൈവദാസൻ എന്ന വണ്ണം നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പാസ്റ്റർമാരാണെങ്കിൽ അവർ വെള്ള ഷർട്ടിട്ട് കൈയൊക്കെ വളരെയധികം ടക്ക് ചെയ്ത്, എന്നെപ്പോലുള്ള പാസ്റ്റർമാരൊക്കെ കൂടുതലും കളർ ഡ്രസ് ആയിരിക്കും ധരിക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ രീതികൾ, എൻ്റെ ഭാഷ, ദൈവദാസന്മാരുടെ ഭാഷയിൽ ഞാൻ പ്രവചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ പറയുന്നത് ദൈവത്തിൽ നിന്നാണോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ്, നിങ്ങളുടേതാണ്. അപ്പോൾ ആ ഒരു വാണിയാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ നമുക്ക് നൽകുന്നത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ഒരാൾ വേഷപ്രച്ഛന്നനായി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വേഷമായിരിക്കാം. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അച്ഛനാണ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു, ധരിക്കുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. അദ്ദേഹം എന്തു പറയുന്നു, എന്താണ് പറയുന്നത്? ദൈവവചനത്തിൽ നിന്നാണെങ്കിൽ നമുക്കത് ശോധന ചെയ്യാൻ സാധിക്കും. ദൈവവചനത്തിൻ്റെ പുറത്തു നിന്നാണെങ്കിൽ നമ്മളത് കൃത്യമായും ദൈവവചനം വെച്ച് മനസ്സിലാക്കി അവർ ദൈവത്തിൽ നിന്നല്ല, അവർ പിശാചിൽ നിന്നുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ ശുശ്രൂഷ വേദികളിലൊക്കെ ഇപ്രകാരമുള്ള ആളുകൾ കടന്നു വരാറുണ്ട്. പലപ്പോഴും നമുക്കവയെ വേണ്ടവണ്ണം തിരിച്ചറിയാൻ കഴിയാത്തതായ അനുഭവങ്ങളുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ പോലും ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് അവരോട് നോ എന്ന് പറയാൻ സാധിക്കത്തില്ല. മറിച്ച് ഒരു വ്യക്തി ദൈവത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മളോട് അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം വരാൻ തയ്യാറാകുമ്പോൾ, അവർ വരാൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീടായിരിക്കാം. അവരുടെ സംസാരം, അവരുടെ ജീവിത രീതി, മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ, ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവർ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല എന്നുള്ളത്. എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുവാൻ ആദ്യം തന്നെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് അതിനിടയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുകയോ ചെയ്തതായിട്ടുള്ള
അനുഭവങ്ങളുണ്ട്. കാരണം ഇതൊക്കെ കള്ളപ്രവാചകന്മാരാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് സാത്താനിൽ നിന്നുമുള്ളതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ അടുത്ത ദിവസം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തുടങ്ങിയതായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പൊതുവെ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അവർ രോഗസൗഖ്യം, അത്ഭുത രോഗശാന്തി, ഭൂതശാന്തി ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ ഉത്സാഹിക്കുന്നവരും, അഥവാ ഭൂതം വിട്ടുപോയിട്ടില്ലേലും ഭൂതം വിട്ടുപോയി, പിശാച് വിട്ടുപോയി എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. അതേപോലെ തന്നെ ദൈവവചനത്തിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ, ദൈവവചനത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നവരായ ആളുകൾ, ഇവരെ നമ്മൾ തിരിച്ചറിയണം. ഇവർ ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മോട് പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ചല്ലോ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ. നമ്മൾ ഈ വായിക്കുന്നതായ ലേഖനം എഴുതിയത് നമ്മുടെ കാലത്തൊന്നുമല്ല, ഏതാണ്ട് ആദ്യ നൂറ്റാണ്ടിൽ എഴുതിയതായിട്ടുള്ള ഒരു ലേഖനമാണ്. അന്ന് തന്നെ കള്ളപ്രവാചകന്മാർ പുറപ്പെട്ടെങ്കിൽ ഇന്ന് എത്രയധികമാണ്. അന്ത്യകാലത്താണ് ഇപ്രകാരമുള്ള കള്ളപ്രവചനങ്ങളും ദുരുപദേശങ്ങളും ഉണ്ടാകുന്നെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രയധികം കള്ളപ്രവാചകന്മാരും ദുരുപദേശന്മാരും ഇന്ന് ലോകത്തിലുണ്ടാകും. നമുക്കറിയാം, ആളുകളെല്ലാം തന്നെ വിടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരാ വിടുതൽ ആഗ്രഹിക്കാത്ത ആള്? നമ്മൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഒരു ശാരീരികമായ സൗഖ്യവും വിടുതലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളൊരു സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാൽ ഒരു സാമ്പത്തികമായ ഒരു വിടുതലും ഒരു അനുഗ്രഹവും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളുടെ മക്കളുടെ ഭാവി സംബന്ധിച്ചുള്ള കൺസേൺസിലൂടെ, ഉത്കണ്ഠകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഇവിടേക്കാണ് പിശാച് വരുന്നത്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ പിശാച് ദൃശ്യമായി തന്നെ വന്നു. അതായത് യേശുക്രിസ്തുവിന്റെ ആ മനുഷ്യനോട് പിശാച് സംവദിച്ച് യേശുക്രിസ്തുവിന്റെ ആവശ്യങ്ങളെ അത് അവന്റെ ദുഷ്ടലാക്കിന് വേണ്ടി തന്നെ വിധേയമാക്കി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ യേശു അതിനെ ജയിക്കാനിടയായി തീർന്നു. യേശു ജയിച്ചതുപോലെ നമ്മൾ ജയിക്കണമെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെ കള്ളപ്രവാചകന്മാർ വരുമ്പോൾ നമുക്കറിയത്തില്ല ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ നമ്മോട് പറയുന്നു, ഏത് ആത്മാവിനെയും, അതായത് നമ്മുടെ മുമ്പിൽ വരുന്നതായ വ്യക്തികൾ അവർ പറയുന്നതായ കാര്യങ്ങൾ അത് ഏത് ആത്മാവിലാണെന്ന് നമ്മൾ അറിയാത്തതുകൊണ്ട്, ദൈവാത്മാവാണെങ്കിലും പിശാചിന്റെ ആത്മാവാണെങ്കിലും നമ്മൾ വിശ്വസിക്കാതെ അത് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും, ദൈവത്തിൽ നിന്നുള്ളവയോ. ബെരോവിലെ ആളുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, പ്രസംഗിക്കുന്നത് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നവരായ ആളുകളായിരുന്നു. നോക്കൂ, നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം തന്നെ പരിശോധിക്കണം. നമ്മുടെ സഭയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം അത് ദൈവത്തിൽ നിന്നുള്ളതാണോ? നമ്മളോട് പ്രാർത്ഥിച്ച് ദൂത് പറയുന്നതായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നാണോ അവർ പറയുന്നത്? അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ദൈവവചനം മനസ്സിലാക്കുന്നതിലൂടെ, ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. എങ്ങനെ അറിയാം? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. നോക്കൂ, ഇവിടെ എന്താണ് പറയുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും, അതായത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആത്മാവ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, അഥവാ ദൈവം ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവർ, അവർ ദൈവത്തിന്റെ ആത്മാവിനുള്ളതല്ല, അല്ലെങ്കിൽ അവർ ദൈവാത്മാവുള്ളവരല്ല, അവർ കള്ളപ്രവാചകന്മാരാണ്. അതായത് ഇക്കാലത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശു ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്നതായ വളരെ ക്രിസ്ത്യാനി മുഖമുദ്രയുള്ളതായ, ക്രിസ്ത്യൻ മുഖമുദ്രയുള്ളതായ, ദൈവദാസന്മാരുടെ മുഖമുദ്രയുള്ളതായ ആളുകളുണ്ട്. അവർ നിർഭാഗ്യവശാൽ അവർ കള്ളപ്രവാചകന്മാരാണെന്നാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. കാരണം യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് വിശ്വസിക്കാത്തതായ ആളുകൾ, സ്വീകരിക്കാത്തതായ ആളുകൾ, അല്ലെങ്കിൽ ദൈവം ജഡത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാത്തവരായ ആളുകൾ, അതായത് യേശുക്രിസ്തു ദൈവം അല്ല എന്ന് പറയുന്നതായ ഏതൊരു വ്യക്തിയും കള്ളപ്രവാചകനാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട് ഇപ്രകാരം തന്നെയുള്ള ആളുകൾ. നമ്മൾ ഒരു കാലത്ത് മോഡലാക്കുവാൻ ആഗ്രഹിച്ചതായ ആളുകൾ ഇന്ന് ഇപ്രകാരമുള്ള ആളുകളാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല,
അവർ കള്ളപ്രവാചകന്മാരത്രേ. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കുക, ദൈവവചനത്തെ സ്വീകരിക്കുക. ദൈവവചനത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, ഏതൊരു ഉപദേശമാണെങ്കിലും അത് ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അതേപോലെ തന്നെ ദൈവം പറയാത്തതായ കാര്യങ്ങൾ പറയുന്നതായ ആളുകൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല. നമുക്കറിയാം, നമ്മുടെ ഈ കാലത്തൊക്കെ ഉണ്ടാകുന്ന ചില ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അതായത് വിശുദ്ധ ചിരി, വിശുദ്ധ കുര, അതേപോലെ തന്നെ റൈറ്റ് നൗ എന്ന് പറഞ്ഞ് പറയുന്നതായ പല ശുശ്രൂഷകൾ. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പെട്ടെന്നുള്ള സൗഖ്യത്തിനൊന്നും എതിരല്ല. പെട്ടെന്ന് സൗഖ്യമാകുന്ന ശുശ്രൂഷകൾ ഞാനും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ കൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിനക്ക് വിടുതലാണെന്ന് പറഞ്ഞ ആളുകളെ ചതിക്കുന്നതായ ആളുകൾ, ശുശ്രൂഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവയൊക്കെയും നമ്മൾ പരിശോധിക്കണം. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കണം. ഞാൻ അപൂർവമായി സംഭവിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ദൈവം ശക്തനാണ് പ്രവർത്തിക്കുവാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അത് ദൈവത്തിൽ നിന്നല്ലാതെ പറയുന്നതായ കള്ളപ്രവാചകന്മാർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നോക്കൂ, നമ്മുടെ അല്ലാത്ത മേഖലകളിൽ പോലും ഇപ്രകാരം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിൽ ആത്മീയമായ വിഷയങ്ങളിലായിരിക്കും അതിനേക്കാൾ ഇരട്ടി ഡ്യൂപ്ലിക്കേറ്റുകൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ജാഗ്രതയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മളുടെ വിശ്വാസത്തെ തെറ്റിച്ച് കളയുന്നതായ എലീമസിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകും. നമ്മുടെ ആത്മീയ ജീവിതം അവർ തകർത്ത് കളയും. നമ്മുടെ പണത്തിന് വേണ്ടിയാണ് അവർ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ അവർ കടന്നു വരുന്നത് എന്ന് മാത്രമല്ല, അത്യധികമായി നമ്മളുടെ രക്ഷ തടയുക, നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു മടക്കം, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കാതിരിക്കുവാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്, അത് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വരം നമുക്ക് ദൈവം നൽകുമ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ടും വളരെ പെട്ടെന്ന് വിവേചിച്ച് അറിയുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും. അതേ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പീൻ. നിങ്ങൾ വാഞ്ചിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവം ഈ ആത്മാവിൻ്റെ വരം നൽകി അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ ലോകത്ത് കാണുന്നതായ കള്ളപ്രവാചകന്മാർ ഒരുപക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അവരുടെ ഉപദേശങ്ങൾ, അവരുടെ പ്രവൃത്തികൾ ദൈവവചനത്തിന് യോജിക്കാത്ത നിലയിലേക്ക് വരുന്നു എന്ന് പോലും കണ്ടെത്തുവാൻ കഴിയാത്തതായ വളരെ ദുർബലരായ ആളുകൾ എന്നെ കേൾക്കുന്നവരായ ആളുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആത്മീയ ലോകത്തുണ്ട്. കർത്താവെ, അവരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളാൽ, അതേ ആത്മാക്കളെ വിവേചിക്കുന്ന വരത്താൽ അവർ നിറയപ്പെടുവാൻ, കർത്താവെ, ദുഷ്ടനെ ജയിക്കുവാൻ, ദുരുപദേശകരെ വിജയിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട ഞാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.